എനിക്കുണ്ടായ ഒരു മോശം അനുഭവമാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു നോമ്പിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന ഒരു ബിസിനസ് തന്നെയാണ് സ്നാക്സിന്റെ ബിസിനസ്. ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയി. അപ്പൊ വരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് പോകും. പറഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും നോയമ്പായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഫ്രൂട്ട്സ് പോലും വാങ്ങിച്ചില്ല. കുറച്ച് സ്നാക്സ് കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട് വേഗം ഓടി വരുമായിരുന്നു. അപ്പോഴേക്കും വാങ്ങു വിളിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടെ നോയമ്പ് തുറക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചോണ്ട് വന്നതിൽ ഒരെണ്ണം പോലും നല്ലതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ഒട്ടും വേവാത്ത മാവ് പോലെ ഇരിക്കുന്ന സംഭവങ്ങൾ. മുട്ട ബജിയൊക്കെ ആണെങ്കിൽ ഉള്ളിൽ നല്ല കടലമാവിന്റെ ചൊവ്വ വന്നിട്ട് ഒട്ടും കുക്കായിട്ട് പോലുമില്ല. എല്ലാ കടകളും ഇങ്ങനെ അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ചില കടകളും ഇപ്പോഴും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ എന്ത് വിശ്വസിച്ചാലും നമ്മൾ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഒരുപാട് അങ്ങ് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് ഒരുപാട് അങ്ങ് വിഷമമായി പോയി. പിന്നെ ഞാൻ ഈ സംഭവങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് ആ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് പൈസ ഞാൻ റീഫണ്ട് വാങ്ങിച്ചു കേട്ടോ. പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്തു. അവരുടെ തെറ്റ് അവർ അക്സെപ്റ്റ് ചെയ്തു കേട്ടോ. അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇതിൽ കടയുടെ പേര് ഞാൻ വെളിപ്പെടുത്താത്തത് കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രഗ്നന്റ് ലേഡി അടക്കം വന്നിട്ട് ഇവിടുന്ന് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. എന്തായാലും ഞാൻ അവരോട് പറഞ്ഞത് തന്നെയാണ് കേട്ടോ. വരുന്ന കസ്റ്റമേഴ്സിന് ഒരു വാല്യൂ കൊടുക്കുക, അവർ തരുന്ന പൈസയ്ക്ക് ഒരു വാല്യൂ കൊടുക്കുക, അവർക്ക് നല്ല സർവീസ് കൊടുക്കുക, കൊടുക്കുന്ന എന്ത് ഭക്ഷണമാണെങ്കിലും അത് ക്വാളിറ്റി ഉള്ളത് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇന്ന് നോമ്പ് ഇടാനുള്ള ഒരു മൂഡും പോയിട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.